1201 ആണ്ട് ഇടവ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. 15/5/2026 മുതൽ 14/6/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. മിഥുനക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. മകയിരം നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗവും തിരുവാതിര നക്ഷത്രവും പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേർന്നതാണ് മിഥുനക്കൂർ എന്ന് പറയുന്നത്. പല രീതിയിലും അംഗീകാരങ്ങൾ ലഭിക്കുന്നതിനുള്ള ഒരു ഇത് കാണുന്നുണ്ട്, ഒരു യോഗം കാണുന്നുണ്ട്. പല രീതിയിലും അത് പല രീതിയിലുമാകാം അംഗീകാരം. ചിലപ്പോൾ അവാർഡ് കിട്ടണയാകാം, അല്ലെങ്കിൽ ചിലപ്പം ഒരു താൽക്കാലികമായിട്ടൊരു വലിയ പദവിയുള്ള ജോലി കിട്ടുന്നതാകാം, കമ്പനി രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ളതാകാം, മറ്റു ലൈസൻസ് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ആകുന്നതിന് സാധ്യത കാണുന്നുണ്ട്. ധനവരവ് കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. പല രീതിയിലും ധനനേട്ടങ്ങൾ ഉണ്ടാകാം. നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം ലഭിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ കാര്യങ്ങൾ സാധിക്കുന്നതിനുള്ള കാലതാമസം ഒഴിവായി കിട്ടുന്നു. ഭയങ്കരമായ കാലതാമസം എല്ലാത്തിനും വരാറുണ്ട്, അത് മാറിക്കിട്ടുന്നു. അതുപോലെ ശത്രുക്കളുടെ ഉപദ്രവം കുറയുന്നു. സഹോദര സ്ഥാനീയർക്ക് നിങ്ങളാൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ ഭയം മാറി ധൈര്യം ലഭിക്കുന്നു. ഇപ്പോൾ എന്തിനും ഏതിനും ഭയം ഉണ്ടായിരുന്നു മാറിയിട്ട് ധൈര്യം ലഭിക്കുന്നു. വരണത് വെച്ച് കാണാം എന്നുള്ള ഒരു ധൈര്യം ലഭിക്കുന്നു. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള ഒരു കഴിവും നിങ്ങൾക്ക് ലഭിക്കുന്നു. പിതൃസ്ഥാനീയരായ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ചില ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അസുഖങ്ങളും ഉണ്ടായിരുന്ന എല്ലാം മാറിക്കിട്ടുന്നു. ധർമ്മപരമായ കാര്യങ്ങൾക്കുള്ള തടസ്സം മാറിക്കിട്ടുന്നു. ഭാഗ്യകടാക്ഷമുള്ള ഒരു മാസമാണിത്. പലതും ഭാഗ്യപരീക്ഷണങ്ങളിൽ, അതായത് പല രീതിയിലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയം നേടാനായിട്ടും സാധിക്കുന്നതാണ്. ഹൃദയത്തിന് അസുഖമുള്ളവർക്ക് തക്കതായ ചികിത്സ ലഭിക്കുന്ന ഒരു സമയമായി, അതിനാൽ അവർക്ക് ആ രീതിയിലും ആശ്വാസം ലഭിക്കാം. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു. ഏതെങ്കിലും രീതിയിൽ ഫീസ് അടയ്ക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള തടസ്സങ്ങളെല്ലാം, ലോൺ കിട്ടുന്നതിനുള്ള തടസ്സങ്ങളോ എല്ലാം മാറിക്കിട്ടുന്നു. സ്ഥാനമാനങ്ങൾക്കുള്ള മാറ്റത്തിന് ഗുണമാകുന്നു. നിങ്ങളുടെ സ്ഥലം മാറ്റം അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ അത് ഗുണകരമായി ഭവിക്കുന്നു. അതുപോലെ തന്നെ മക്കൾക്കുള്ള കഷ്ടപ്പാടുകൾ, മക്കൾ ഏതെങ്കിലും തരത്തിൽ രോഗങ്ങളാലോ മറ്റുള്ള ദുരിതങ്ങളാലോ കഷ്ടപ്പെടുന്നുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ആ മക്കൾക്ക് ആശ്വാസം കിട്ടുന്നു. അതുപോലെ തന്നെ ഏത് കാര്യവും ആലോചിച്ച് ഒരു തീരുമാനത്തിൽ എത്താൻ നിങ്ങൾക്ക് സാധിക്കും. കാളസർപ്പ ദോഷം, അതായത് കാലസർപ്പ ദോഷം എന്നും പറയും. അതിൻ്റെ ദോഷം ജാതകത്തിൽ ഉള്ളവരാണെങ്കിൽ, ജനിച്ചപ്പോൾ ഉള്ള അങ്ങനെ ദോഷമുണ്ടെങ്കിൽ ഈ സമയം അവർ കുറച്ചൊന്ന് സൂക്ഷിക്കേണ്ടതാണ്. സർപ്പപൂജകളും അല്ലെങ്കിൽ രാഹുകേതു പൂജകളൊക്കെ ചെയ്തിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഗുരുസംക്രമം കൊണ്ട് കണ്ടകശനിക്കാരുടെ തീവ്രത കുറഞ്ഞു കിട്ടുന്ന ഒരു സമയമാണ്. ചില ദമ്പതിമാർ തമ്മിൽ അകന്ന് മാറി താമസിക്കുന്നത് ഒരുമിച്ച് താമസിക്കാനുള്ളൊരു ഭാഗ്യം ലഭിക്കുന്നു. അതുപോലെ തന്നെ മികച്ച ജോലികൾ ലഭിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. നഷ്ടപ്പെട്ട പലതും വീണ്ടെടുക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ്. പ്രതീക്ഷിച്ചിരുന്ന തൊഴിലിലേക്കുള്ള പ്രവേശനം, ഏതെങ്കിലും രീതിയിലുള്ള ഒരു ജോലി പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അതിന് പ്രവേശിക്കുവാനായിട്ടുള്ള നിയമ ഉത്തരവ് ലഭിക്കുന്നതാണ്. എന്നാൽ ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. മതപരമായ ചടങ്ങുകൾ മുടക്കം വരുത്തരുത്. അതിനാൽ പ്രാർത്ഥനകൾ, പൂജകളെല്ലാം തുടരുക. ആരുമായിട്ടും വാദപ്രതിവാദത്തിന്, തർക്കത്തിനൊന്നും പോകാതിരിക്കുക. അങ്ങനെ എന്നാൽ വഴക്കുണ്ടാകേണ്ട സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിത്തരസത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ചില ദോഷങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. രക്തത്തിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പ്രമേഹ രോഗമുള്ളവർ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ പ്രായത്തിനനുസരിച്ചാണ് ഫലങ്ങൾ ഞാൻ വിവരിക്കുന്നത്. മകീരം നക്ഷത്രക്കാരുടേതാണ്. 18 വയസ്സ് വരെയുള്ള മകീരം നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളിൽ ആർക്കെങ്കിലുമോ ഉറ്റ ബന്ധുക്കൾക്കൊക്കെ ഒരു വേർപാട് ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൂപ്പനോ അമ്മൂമ്മയോ അങ്ങനെ ആരെങ്കിലും ആകാനുള്ള ഒരു സാധ്യതയാണ് കൂടുതലും കാണുന്നത്. വേറെ അവർക്ക് ആരോഗ്യപരമായിട്ട് വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല. ചില രീതിയിലുള്ള അസുഖങ്ങൾ മാത്രമേ ഉള്ളൂ. അത് വലുതായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഇത് മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളായിട്ടൊന്നും ഈ വയസ്സ് വരെ കാണുന്നില്ല. വിദ്യാഭ്യാസത്തിനും വളരെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. തുടർ വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. നല്ല വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കാം. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ളവർക്ക് ഉയർന്ന വിദ്യാഭ്യാസവും പ്രതീക്ഷിച്ചതിലും നല്ലൊരു തൊഴിലും അവർക്ക് ലഭിക്കുന്നതിനുള്ള ഒരു ഭാഗ്യം, അതായത് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള ഭാഗ്യം ചില മകീരം നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്.
അവർക്ക് അതുപോലെ തന്നെ നല്ല തൊഴിലും ലഭിക്കുന്നതിനുള്ള ഭാഗ്യമുണ്ട്. അത് വിവാഹവും അതുപോലെ സന്താന ഭാഗ്യവും എല്ലാം അവർക്ക് ഉണ്ടാകുന്ന ഒരു നല്ലൊരു സമയമാണിത്. ജോലിയിലും ജോലി കയറ്റം, അതായത് പ്രൊമോഷനൊക്കെ ലഭിക്കാനും വിദേശ നാടുകളിൽ ജോലിക്ക് വേണ്ടി പോകുന്നതിനും അവിടെ സ്ഥിരതാമസമാക്കുന്നതിനൊക്കെ ഈ കാലഘട്ടം അവർക്ക് വളരെ ഒരു പ്രയോജനമുള്ളൊരു കാലഘട്ടമാണ്. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ സമയം ഒരു മനസ്സിനൊരു ചെറിയ വിഷമം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്തെന്നാൽ ചില അപവാദങ്ങൾ, നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ആൾക്കാർ നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു വരുത്തുകയും അതുമൂലം നിങ്ങൾക്കൊരു മാനസിക പ്രയാസം ഉണ്ടാകാനും ഒരു സാധ്യതയുണ്ട്. പക്ഷേ പിന്നീട് അതെല്ലാം നേരെയാകും. ഈ സമയം നിങ്ങൾ ജനിച്ചു വളർന്ന നാട് വിട്ട് അന്യഭാഷാദേശത്തേക്ക് നിങ്ങൾ പോകുന്നതിനൊരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള മകീരം നക്ഷത്രക്കാർക്ക് ആഗ്രഹിക്കുന്ന മനസമാധാനം അവർക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ബുദ്ധി നേർവഴിക്ക് ചിന്തിക്കുന്നതിന്, അതായത് നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കുന്നു. ശാരീരികപരമായിട്ട് കുറച്ച് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അസുഖങ്ങൾ തലപൊക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് തക്കതായിട്ടുള്ള വൈദ്യ പരിശോധന ലഭിക്കുന്നതിനാൽ അതും വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല. അടുത്ത് തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. 12 വയസ്സ് വരെയുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് പല രീതിയിലുള്ള ചില രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. കൂടുതലും അവർക്ക് വരുന്നത് ശ്വാസം മുട്ടൽ, അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ വരാം. പിന്നെ രക്തത്തിൽ ചെറിയ അണുബാധ മൂലമുള്ളതോ കഫത്തിൻ്റെ ഇതായിട്ടുള്ള ഉപദ്രവങ്ങൾ വരുന്നതിനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഇതിൽ ചില തിരുവാതിര നക്ഷത്രക്കാർക്ക് നല്ല വസ്ത്രങ്ങൾ പോലും ഇല്ലാത്ത ഒരു ദാരിദ്ര്യാവസ്ഥ ഉണ്ടായെന്നിരിക്കാം. 12 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് അല്പാൽപമായി ജീവിതത്തിൽ പുരോഗതി വരുന്ന ഒരു സമയമാണ്. അല്പാൽപമായി പുരോഗതി ജീവിതത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അവരുടെ ഇതിൽ ചില നക്ഷത്രക്കാർക്ക് നല്ല ഭാഗ്യം ഉണ്ടാകും. ചിലർക്ക് കുറച്ച് ഭാഗ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മോശം ആണ്. അപ്പോൾ അത് ക്രമേണ ഉയർച്ചയിലേക്ക് വരാം. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും എല്ലാം മാറി അവർക്ക് ജീവിതത്തിലേക്ക് നല്ല പുരോഗതി അവർക്കുണ്ടാകാം. പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ല വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കാം. ഉയർന്ന നിലവാരമുള്ള വിദ്യാലയങ്ങളിൽ പഠിച്ച് അവർക്ക് നല്ല ഒരു വിദ്യ സമ്പാദിക്കുന്നതിനും മികച്ച തൊഴിൽ ലഭിക്കുന്നതിനുള്ള ഭാഗ്യം അവർക്ക് കാണുന്നുണ്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ നല്ല വിവാഹം, നല്ലൊരു ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം നടത്തുന്നതിനുള്ള ഭാഗ്യവും കൂടി അവർക്ക് കാണുന്നുണ്ട്. 28 വയസ്സ് മുതൽ 47 വയസ്സ് വരെ ഉള്ളവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അസൂയ തോന്നുന്ന ആൾക്കാർ, നിങ്ങളുടെ ഈ ഉയർച്ചയിലുള്ള അസൂയ തോന്നുന്ന ചില ആൾക്കാർ നിങ്ങളെക്കുറിച്ച് വേണ്ടാധീനങ്ങൾ പറഞ്ഞു വരുത്തുകയും അതുമൂലം നിങ്ങളുടെ മിത്രങ്ങളും ബന്ധുക്കളുമായിട്ട് അവരത് വിശ്വസിച്ചിട്ട്, ആ കിംവദന്തികൾ വിശ്വസിച്ചിട്ട് നിങ്ങളിൽ ചില അവിശ്വാസം വരികയും ചെയ്യുന്നതിനാൽ ചില മിത്രങ്ങൾ നിങ്ങളുടെ ഒരു വൈരാഗ്യം ഉണ്ടാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ചില രോഗങ്ങൾ വന്നേക്കാം. അതുപോലെ തന്നെ ഇതിൽ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചില പുരുഷന്മാർക്ക് അന്യ സ്ത്രീകൾ നിമിത്തവും ചില സ്ത്രീകൾക്ക് അന്യ പുരുഷന്മാർ നിമിത്തമൊക്കെ ഒരു മാനഹാനി വരേണ്ട സാധ്യതയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക, മാനഹാനി വരാണ്ട് ശ്രദ്ധിക്കുക. 47 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് അവർക്ക് പ്രതീക്ഷിച്ചതിൽ കൂടുതൽ അവർക്ക് ധനനേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു നല്ലൊരു സമയമാണ്. ധാരാളം ധനം അവർക്കുണ്ടാകാം. അതുപോലെ തന്നെ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു പരിധിവരെ നടക്കാം. ചിലപ്പോൾ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് അവർക്ക് ജോലിക്ക് ട്രാൻസ്ഫർ ലഭിക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കമ്പനിയിൽ അവർക്ക് ജോലി ലഭിക്കാം, ഇഷ്ടപ്പെട്ട തസ്തികയിലേക്ക് ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ധുമിത്രാദികളുടെ ഒത്തുചേരലുകൾ നടക്കുന്നതിനും ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു സമയമാണ്. ഇതിന് വിദേശ യാത്ര ചെയ്യുന്നതിനും അവിടെ ജോലി ചെയ്യുന്നതിനുള്ള ഭാഗ്യവും കൂടി അവർക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് പ്രമേഹ രോഗം ഉള്ളവരാണെങ്കിൽ ഈ സമയം കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. 64 വയസ്സ് മുതൽ 71 വയസ്സ് വരെ ഉള്ളവർക്ക് മക്കൾക്കും പേരക്കുട്ടികളും എല്ലാവരുമായിട്ട് വളരെ സുഖമായിട്ടൊരു ജീവിതം അവർക്ക് ആസ്വദിക്കുന്നതിനുള്ള ഒരു നല്ലൊരു സമയമാണ്. അതുകൊണ്ട് വളരെയധികം ജീവിതത്തിൽ അവർക്ക് സന്തോഷിക്കുന്ന ഒരു നിമിഷങ്ങളാണ് അവർക്ക് ഇനി ആയിട്ടുള്ളത്. ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു ധനാഢ്യനാണെങ്കിൽ നിങ്ങളുടെ വസ്തുവകകൾ അപഹരിക്കാൻ വേണ്ടി പലരും പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്താം.
പക്ഷേ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ നടത്തുന്ന ക്രയവിക്രയങ്ങൾ, അത് വസ്തു സംബന്ധിച്ചാകാം അല്ലാതെയാകാം, അതെല്ലാം വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു മാർഗം സ്വീകരിച്ച് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. 71 വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ളവർക്ക് അവർ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. സന്തോഷമുണ്ടായിരുന്നു, ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. അതെല്ലാം മാറിക്കിട്ടി മനസ്സിന് വളരെയധികം സന്തോഷം ലഭിക്കുന്ന ഒരു സമയമാണിത്. ഒരു ചെറിയ സർജറി വേണ്ടി വന്നേക്കാം. അത് അസ്ഥിയെ ബാധിക്കുന്ന ഒരു കാര്യമായതിനാൽ വീഴാണ്ട് നോക്കുക. അടുത്ത പുണർതം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 9 വയസ്സ് വരെയുള്ള പുണർതം നക്ഷത്രക്കാർക്ക് ഗുണകരമായ പല കാര്യങ്ങളും കുടുംബത്തിൽ നടക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വസ്തുവകകളോ വീടോ പണമായിട്ടോ ഒക്കെ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത ഈ കുട്ടിയുടെ ജന്മത്തിന് ശേഷം ഉണ്ടാകാം. ആരോഗ്യവും സമ്പത്തും വളരെ മെച്ചമായിരിക്കാം. ഈ 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ ഇതിൽ ചില പുണർതം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമയം ഈ കുട്ടിയുടെ കൂട്ടുകെട്ടുകൾ വളരെ മോശമാണെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പോലീസ് കേസൊക്കെ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയം കൂട്ടുകെട്ടുകൾ നല്ലതാണോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ സ്വദേശം വിട്ട്, ജനിച്ച ദേശം വിട്ട് അന്യദേശത്തേക്ക് പോയി താമസിക്കുന്നതിനുള്ള ഒരു യോഗവും കൂടി ഈ സമയം കാണുന്നുണ്ട്. ചിലപ്പോൾ അച്ഛനമ്മമാരുടെ ജോലി സംബന്ധമായിരിക്കാം അന്യദേശത്തേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഈ സമയം ചിലർക്ക് വിദ്യാഭ്യാസ തടസ്സം കാണുന്നു. അത് ഒന്ന് ഏതെങ്കിലും രീതിയിൽ എന്താണ് തടസ്സമെന്ന് കണ്ടുപിടിച്ചത് മാറ്റിയാൽ അത് പരിഹരിക്കാവുന്നതാണ്. അതുപോലെ ഒരു തൊഴിൽ ലഭിച്ചാൽ ഈ സമയം ലഭിക്കുന്ന തൊഴിൽ വേണ്ടാന്ന് വയ്ക്കരുത്. അത് ഒരുവിധമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കുമെങ്കിൽ ആ തൊഴിൽ കണ്ടിന്യൂ ചെയ്യുക. കാരണം വേറൊരു തൊഴിൽ ഇപ്പം കിട്ടുക പ്രയാസമാണ്. ഈ നല്ലൊരു തൊഴിൽ ലഭിച്ചിട്ട് ഇത് രാജിവെച്ച് പോണയായിരിക്കും കൂടുതൽ മെച്ചം. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് വിവാഹം നടക്കുന്നതിനുള്ളൊരു സമയമാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം നടക്കാം. സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും ഒരു യോഗമുണ്ട്. ധാരാളം ധനസമൃദ്ധി വരുന്നതിനും അവർക്ക് ഭാഗ്യമുണ്ട്. അതുപോലെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കേണ്ട ഒരു കഴിവും ഈ സമയം അവർക്ക് ലഭിക്കാം. ചില രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ളവർക്ക് പല പ്രകാരത്തിലും ചില ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതായത് ധനനാശം വരാണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പല ചതിവിലും പെടേണ്ട സാധ്യതയുള്ളതിനാൽ ധനപരമായിട്ടും വസ്തുപരമായിട്ടൊക്കെ ഉള്ള ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ളവർക്ക് ഇത്ര നാളും അനുഭവിച്ച ദുരിതങ്ങൾക്ക് പൂർണ്ണ ശാന്തി ലഭിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് വാഹനങ്ങളും വീടും മറ്റുള്ള എല്ലാം അവർക്ക് സ്വന്തമായി വന്നു ചേരുന്ന ഒരു സമയമാണ്. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പല പ്രകാരത്തിലും ചില ദുഃഖങ്ങൾ ചിലർക്ക് വരാം. അത് ധനത്തിന് ചില കുറവുകൾ വരേണ്ട സാധ്യതയുണ്ട്. നല്ല നിക്ഷേപ പദ്ധതികളിലാണെങ്കിൽ അതിന് പ്രശ്നം ഒന്നും ഉണ്ടാകാതെ നല്ല രീതിയിൽ പോകുവാൻ സാധിക്കുന്ന ഒരു നല്ല സമയമാണ്. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമായിട്ടാണ് വരുന്നത്. നിങ്ങൾക്കുള്ള മുഹൂർത്തപരമായോ പൂജാപരമായോ ജ്യോതിഷപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന ഇടവ മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖസമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.